വയനാട്ടിൽ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നുവെന്നാണ് മന്ത്രി OR കേളു അന്ന് പറഞ്ഞത്. വയോധികയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയതിൽ വീഴ്ച വരുത്തിയത് ട്രൈബൽ പ്രൊമോട്ടർ മാത്രമാണോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊമോട്ടർ മഹേഷ് തന്നെ ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പ്രേക്ഷകരോട് പറയാം, ഈ ട്രൈബൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഒരു സ്ഥിരം തസ്തികയല്ല. ഇതൊരു താൽക്കാലികമായിട്ടുള്ള തസ്തികയാണ്. ആ തസ്തികയിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻസ് മതി. അവർക്ക് സമൂഹത്തിലോ ഈ ഉദ്യോഗസ്ഥന്മാരുടെയിലോ വലിയ സ്വാധീനമോ ശേഷിയോ ഒന്നും ആ അർത്ഥത്തിൽ ഉണ്ടാകണമെന്നില്ല. നമുക്കൊപ്പം ചേരുന്ന മഹേഷിനെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തതെന്ന് നമുക്ക് മഹേഷിനോട് തന്നെ ചോദിക്കാം. ഇതിൽ ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മഹേഷിൻ്റെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത്, അതല്ലെങ്കിൽ മഹേഷിനെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നതാണ്, അഥവാ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മഹേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മഹേഷ്, നമസ്കാരം. നമസ്കാരം സാറേ. മഹേഷ് ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ പ്രൊമോട്ടറാണ്. എനിക്ക് തോന്നുന്നു ട്രൈബൽ പ്രൊമോട്ടർമാരെല്ലാവരും അതേ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ സമുദായത്തിൽ നിന്നുള്ള പ്രൊമോട്ടർമാർ തന്നെ ആകണം, അല്ലേ? അതെ അതെ. മഹേഷ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നിയമനം പണിയാ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഓക്കെ, എത്ര നാളായി മഹേഷിന് ഈ ട്രൈബൽ പ്രൊമോട്ടറായിട്ട് നിയമനം കിട്ടിയിട്ട്? ഇത് 1 വർഷം തികയുന്നു. 1 വർഷം. എത്രയാണ് മഹേഷ് അതിന്റെ ശമ്പളമൊക്കെ നിങ്ങൾക്ക് കിട്ടുക? ഞങ്ങൾക്ക് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 13,500 നിങ്ങളുടെ ജോലി എന്തൊക്കെയാ മഹേഷ്? പ്രധാനമായിട്ടും ട്രൈബൽ പ്രൊമോട്ടർമാരുടെ പൊതുവായിട്ടുള്ള ജോലി നമുക്ക് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം എല്ലാവരും സഹായിക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അത് തന്നെയാണ് കാര്യം. ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മറ്റ് എല്ലാ ഹോസ്പിറ്റൽ ചെലവുകളും അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഒരു ആദിവാസി നഗറിൽ അസുഖം ബാധിച്ച് കിടന്ന അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രൈബൽ പ്രൊമോട്ടറായ മഹേഷിനെ വിളിച്ചാൽ മതി. അപ്പൊ മഹേഷ് എന്ത് ചെയ്യും? നമ്മൾ അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് സീരിയസ് ആണോ എന്നറിഞ്ഞതിന് ശേഷം അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കലാണ് നമുക്ക്. അതിനുള്ള പണം ആരായിരുന്നു തരിക മഹേഷ്? ഇപ്പോൾ അതായത് ഒരാൾക്ക് പെട്ടെന്നൊരു ആദിവാസി നഗറിലുള്ള ഒരാൾക്ക് വയ്യാതെ ആയി കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മഹേഷിനെ വിളിച്ചു, മഹേഷ് അവിടെ വന്നു, അയാൾക്കൊരു ആംബുലൻസോ മറ്റൊരു വാഹനമോ വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. അതെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുക മഹേഷ്? ഞങ്ങൾ അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ 108 വിളിച്ചിട്ട് എമർജൻസി ആംബുലൻസ് ബുക്ക് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ എമർജൻസി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓൾറെഡി വിളിച്ച് ബുക്കിംഗ് ആക്കിയതും കൊണ്ട് 2 മണിക്ക് വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതായത് ചുണ്ടയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ മരണം സംഭവിച്ചത് എനിക്കൊന്ന് കുറച്ച് നേരം മുമ്പാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇതെപ്പോഴാണ് മഹേഷ് അറിയുന്നത് ചുണ്ടയുടെ മരണം? ചുണ്ടയുടെ മരണം അറിഞ്ഞത് രാത്രി 8 മണിയോടെയാണ്. അപ്പോൾ ആശുപത്രിയിൽ ആ സമയത്ത് ചികിത്സാ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് മഹേഷിനെ വിളിച്ചിരുന്നു ഇവർ? ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ആരെങ്കിലും സഹായം തേടിയിരുന്നോ ചുണ്ടയുടെ കുടുംബങ്ങൾ? തേടിയിരുന്നു. 2-3 പ്രൊമോട്ടർമാർ വിളിച്ചിരുന്നു. എന്നിട്ട് അവരാണ് എന്നെ കാര്യം അറിയുക. അതുപോലെ തന്നെ അന്ന് രാത്രി ഞാൻ അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ, അതായത് മരണം നടന്ന ദിവസം രാത്രിയിൽ ഈ ആശുപത്രിയിൽ എത്തി അല്ലേ? രാത്രി ആശുപത്രിയിലല്ല, വീട്ടിൽ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ട്. അപ്പൊ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വീട്ടിൽ തന്നെ. അപ്പൊ അവർക്ക് പരാതിയൊന്നുമില്ല അല്ലേ മഹേഷ്? രാത്രിയിൽ പരാതിയൊന്നും പറഞ്ഞില്ല. ഞാനന്ന് അന്നേരം തന്നെ മെമ്പറെ വിളിച്ചു കാര്യം അറിയിച്ചു. മഹേഷ്, ഈ ചുണ്ടയുടെ മരണം വാർദ്ധക്യ സഹജമായ അസുഖം മൂലമായിരുന്നോ? പ്രായമായി മരിക്കുകയായിരുന്നോ? മറ്റങ്ങനെ കാര്യമായിട്ട് അസുഖം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആള് കിടപ്പ് രോഗിയായിരുന്നു. അതിനുശേഷമാണ് മരണപ്പെട്ടത്. അപ്പൊ ആ കിടപ്പ് രോഗി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സാ സഹായം കിട്ടിയിരുന്നോ ചുണ്ടയ്ക്ക്? പാലിറ്റീവുകാർ വന്ന് നോക്കാറുണ്ടായിരുന്നു. പിന്നെ എത്ര വയസ്സുണ്ടായിരുന്നു ചുണ്ട മരിക്കുമ്പോൾ? അത്ര നമ്മൾ കൊണ്ടുപോയിട്ട് ചുണ്ട മരിക്കുമ്പോൾ 95 വയസ്സാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്.
അവർ പറയുന്നത് അവിടുന്ന് വീട്ടുകാർ പറഞ്ഞത് 90 വയസ്സെന്നാണ്. ഓക്കെ. അപ്പം വീട്ടിലെത്തി രാത്രി തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കുടുംബാംഗങ്ങൾ അപ്പോൾ പരാതിയൊന്നും പറഞ്ഞില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ എപ്പോഴാണ് മൃതദേഹം എടുക്കുന്നത്? എവിടെയാണ് സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നത്? അവർ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം രാവിലെയാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്. രാവിലെ 10 മണിയോടെയാണ് കാര്യം വിളിച്ച് പറയുന്നത് എൻ്റെ അടുത്ത്. രാവിലെ 10 മണിയോടുകൂടി വിളിച്ചു പറയുന്നു. ഞാൻ ഉന്നതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഉന്നതിയിലേക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടെ തീരുമാനിക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തത്. അപ്പൊ എത്ര മണിക്ക് എത്തി? രാവിലെ 10 മണിക്ക് മഹേഷിനെ വിളിച്ചു. എത്ര മണിക്ക് മഹേഷ് അവിടെ എത്തി? ചെന്നപ്പോഴാണ് ഞാൻ 11 മണിയോടെ ഞാൻ അവിടെ എത്തി. ഓക്കെ. അപ്പം അവര് രാത്രിയിൽ മഹേഷിനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. അതായത് രാത്രിയിൽ എപ്പോ ചൂണ്ടയുടെ മൃതദേഹം എടുക്കണമെന്നോ എവിടെയാണ് ദഹിപ്പിക്കേണ്ടതെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും മഹേഷിനോട് രാത്രിയിൽ പറഞ്ഞില്ല. രാവിലെ 10 മണിക്കാണ് വിളിച്ചത്. അതെ അതെ, രാത്രി 10 മണിക്കല്ല, രാവിലെ 10 മണിക്കാണ് എൻ്റെ അടുത്ത് പറയുന്നത് സംഭവം. ഓക്കെ. അപ്പൊ ആ സമയത്ത് എത്ര ദൂരമുണ്ട് ഈ പൊതുശ്മശാനത്തിലേക്ക് ചൂണ്ടയുടെ വീട്ടിൽ നിന്ന്? ഇവിടുന്ന് ഉന്നതിയിൽ നിന്നാണെങ്കിൽ 1.5 കിലോമീറ്റർ അടുത്ത് വരും. 1.5 കിലോമീറ്റർ ആണ്. ഈ വീട്ടിൽ നിന്നോ? എവിടുന്നായിരുന്നു? വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അല്ലേ? വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ. ഓക്കെ. എൻ്റെ വീട്ടിൽ നിന്ന് അവിടത്തേക്ക് 4.5 കിലോമീറ്റർ റെഡി വരും. അപ്പം മഹേഷിന്റെ വീട്ടിൽ നിന്ന് 11 മണിയോടുകൂടി ചുണ്ടയുടെ വീട്ടിലെത്തിയപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇപ്പോൾ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോ അതോ ആംബുലൻസ് വേണമെന്ന് പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിരുന്നോ മഹേഷിനോട്? ആംബുലൻസ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് അവിടെ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഒരു മറുപടി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആംബുലൻസ് ബുക്ക് ചെയ്തോ മഹേഷ്? ബുക്ക് ചെയ്തിരുന്നു, പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. ഡ്രൈവറെ വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു 2 മണിക്ക് ഏകദേശം എത്താം എന്നൊരു. അതായത് 10 മണിക്ക് കൊണ്ടുപോകണം. അതായത് മഹേഷ് ഈ വിവരം അറിയുന്നത് രാവിലെ 10 മണിക്കാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. നേരത്തെ തലേന്ന് രാത്രിയിൽ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ ആംബുലൻസ് ഏർപ്പാട് ചെയ്യാമായിരുന്നു അല്ലേ? അല്ല, 10 മണിക്ക് പോകണമെന്ന് അവർ പറഞ്ഞില്ലായിരുന്നു. അവർക്ക് 10 മണിയാകുമ്പോഴത്തേന് ഞാൻ അവിടെ എത്തിയിട്ട് വണ്ടി ബുക്കിംഗ് ആക്കാന്ന് പറഞ്ഞായിരുന്നു. 10 മണിക്ക് വിളിച്ചിട്ട് ബുക്കിംഗ് ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബുക്കിംഗ് ആക്കണമെന്ന് പറഞ്ഞു, അത് മഹേഷ് ചെയ്തു. അത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് ആരാ പെട്ടെന്ന് തീരുമാനമെടുത്തത്? ഇത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. 2 മണി വരെ കാത്തിരിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് മറ്റ് സ്വകാര്യ ആംബുലൻസുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചോ മഹേഷ്? പ്രൈവറ്റ് ആംബുലൻസ്? വേറെ ആംബുലൻസിന്, കാരണം നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആണല്ലോ, പിന്നെ നമ്മളായിട്ട് വേറെ വണ്ടി വിളിക്കണ്ട എന്നൊരു നിലപാടുള്ളത് കൊണ്ട് അങ്ങ് വിളിക്കാത്തതാണ്. അപ്പം അവരോട് പറഞ്ഞോ ഇങ്ങനെ ആംബുലൻസ് ബുക്ക് ചെയ്ത് 2 മണിക്കേ വരത്തുള്ളൂ? അപ്പോഴെന്താ പറഞ്ഞത് വീട്ടുകാർ? 2 മണിക്ക് ബുക്കിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും 2 മണിക്ക് തീരാൻ സാധ്യതയില്ല, നമുക്കൊരു 3-3:30 നമുക്ക് ഏകദേശം പരിപാടി ഏകദേശം കഴിയും. കുഴിയുടെ പണി ഞാൻ പോകുമ്പോഴാണ് അവർ സംവിധാനമായിട്ട് കുഴിയുടെ പണിക്ക് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പണി തീരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യം. അതായത് 2 മണിക്ക് കൊണ്ടുപോയാലും 3 മണിയോളം ആവും അല്ലേ സംസ്കാരം കഴിഞ്ഞ് വരാൻ? ആവും. അപ്പോൾ അതുകൊണ്ട് 2 മണിക്ക് ആംബുലൻസ് വന്നാൽ മതി എന്ന് കരുതി അല്ലേ? 2 മണിക്ക് വന്നാൽ മതി എന്ന് കരുതിയിട്ടാണ് ഡ്രൈവറെ വിളിച്ച് പറഞ്ഞത്. ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞു അവർ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിയാതെ നമുക്കിപ്പോൾ വണ്ടി എടുത്ത് അവിടെ വന്നിരുന്ന് വെറുതെ മുഷിയണ്ടല്ലോ എന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഞാൻ അവിടെ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഇവരെ പറയുന്നത് പണി തീർന്നില്ല, പണി പകുതിയായിട്ടുള്ളൂ. അതിനാൽ ഞാൻ എന്താക്കി വീട്ടിലേക്ക് വിളിച്ചു, അവരുടെ മരണ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു അവിടുത്തെ അവസ്ഥ എന്താണ്. അപ്പോൾ അവർ പറഞ്ഞു അവൾ കുഴിയുടെ പണി കഴിഞ്ഞ് അവർ വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇവിടുത്തെ ചടങ്ങുകൾ തുടങ്ങാൻ പറ്റുമെന്നാണ്. ഓക്കെ. അപ്പം 2 മണിക്ക് വന്നാൽ മതി എന്ന് തീരുമാനിച്ചു. 2 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞോ ഡ്രൈവർ? വരുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ ഞാൻ അവിടുന്ന് ഡ്രൈവറെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഈ സംഭവം ഇവർ ഇത്ര മണിക്ക്
അവരുടെ പരിപാടിയൊക്കെ കഴിയും. 3 മണിയോട് പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരൻ എന്തൊക്കെ അതിൽ 1.5 മണിക്കൂർ സമയമല്ലേ നമുക്ക് ഇടവേളയുണ്ട്. അപ്പോൾ തിരുനെല്ലിക്ക് ഒരു ഓട്ടം വന്നായിരുന്നു നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിരുനെല്ലിക്ക് പോയി. ഈ ആംബുലൻസ് SC/ST വിഭാഗത്തിന് ആംബുലൻസ് ആയിരുന്നു അല്ലേ? ആ അതെ അതെ അതെ. അപ്പോൾ അത് ഞാൻ അറിയിച്ചതാണ്, മെമ്പർ അറിയിച്ചു. മെമ്പർ അപ്പോൾ പറഞ്ഞു ഒരു വേറെ വണ്ടി തിരുനെല്ലിക്ക് പോകുന്ന കാര്യം മെമ്പറെ അറിയിച്ചതായിരുന്നു, ഉന്നതി നിവാസികളെ അറിയിച്ചതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ഉടനടി വണ്ടി ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഉടനടി വണ്ടി ഏർപ്പാട് ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ 2 മണിക്ക് മുമ്പാണോ പറയുന്നത്? 2 മണിക്ക് ഞാൻ ഡ്രൈവറെ വിളിച്ചു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഞാനിതുപോലെ ഒരു ഓട്ടം വന്നിരിക്കുകയാണ്, അവരെന്തായാലും സമയം ആവുമല്ലോ, അപ്പോൾ തന്നെ എത്താം, ഏകദേശം 1 മണിക്കൂറിനകം എത്താം എന്നാണ് എനിക്ക് വന്ന റിപ്പോർട്ട് ഡ്രൈവർ എടുത്തത്. അത് ഞാനത് അറിയിക്കുകയും ചെയ്തായിരുന്നു. ഡ്രൈവറെ അറിയിച്ചു, പക്ഷേ കോളനി നിവാസികളെ അറിയിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? നഗറിലുള്ളവർ എന്താ പറഞ്ഞത്? മഹേഷ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. മെമ്പർമാരെ അറിയിച്ചായിരുന്നു. പെട്ടെന്ന് വിടണമെന്ന് പറഞ്ഞായിരുന്നു. മഹേഷ് അപ്പോൾ ആ സമയത്ത് ഈ വീട്ടിലേക്ക് എത്തിയിരുന്നോ? സഡേ എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തപ്പോഴാണ് നമുക്കൊന്ന്. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചത് ആ തിരുനെല്ലി ഓട്ടം പോകണ്ടായിരുന്നു അല്ലേ? അത് പോയില്ലെങ്കിലും പക്ഷെ നമുക്ക് മരിച്ചു കിടക്കുന്ന ആളിലും ഇതല്ലേ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ. അപ്പോൾ അതായത് തിരുനെല്ലിയിൽ മറ്റേ രോഗിയെ കൊണ്ടുപോയതാണോ ഈ ആംബുലൻസ്? തിരുനെല്ലിയിലേക്ക് രോഗിനെ കൊണ്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂർ കാത്തിരിക്കാനേ പറഞ്ഞുള്ളൂ അല്ലേ മഹേഷേ? പക്ഷേ 1 മണിക്കൂർ കാത്തിരിക്കാൻ അവർ തയ്യാറായില്ല. അതെ അതെ, തയ്യാറായില്ല. അപ്പോൾ ആ മെമ്പർ പ്രതികരണം എന്ന് വെച്ചാൽ ഭയങ്കര രൂക്ഷമായിരുന്നു. അതെ, ഈ മെമ്പർ എന്താ പറഞ്ഞത് അപ്പോൾ? ആ വാർഡിലെ മെമ്പർ വിളിച്ചു, എൻ്റെ അടുത്ത് സംസാരിച്ചത് നീ എന്തിനാ കോളനിക്കാരെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചോദ്യം. കാരണം അവർ ആ ഒരു ഇതിൽ ആളാണ്. അപ്പോൾ വണ്ടി പോയെന്ന് അറിയാം, വണ്ടി ഇങ്ങനെ ഒരു സംഭവം ഓട്ടം പോയതാണ് എന്ന് അറിഞ്ഞിട്ട് ആ വണ്ടിക്ക് തന്നെ വെയിറ്റ് ചെയ്തിരുന്നു മെമ്പറാണ് ഇത് ഭയങ്കര പ്രശ്നമാക്കിയത്. മെമ്പർ UDF-ലുള്ള മെമ്പറാണോ? കൂടുതലായിട്ട് അവിടെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്? അതെ, UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരു സ്വകാര്യ ആംബുലൻസ് ഏർപ്പാട് ചെയ്യുക അതൊന്നും പറ്റില്ലേ മഹേഷ്? ആ സമയത്ത് ഇവർ പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ആംബുലൻസ് ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റുമായിരുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പൊതുവായിട്ടുള്ള വണ്ടി വിളിക്കണമെങ്കിലും നമുക്ക് ആ ഒരു ഏരിയയിലുള്ള ഡ്രൈവർമാരുടെ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് മെമ്പറിന് അത് ചെയ്യായിരുന്നു. മെമ്പറിന് ഒരു കോള് മതി. നമ്മുടെ മെമ്പർ അത് ചെയ്തില്ല. നിങ്ങളെ വിളിച്ച് മഹേഷിനെ വിളിച്ച് ഇവരെ വെച്ച് കളിക്കുന്നു തുടങ്ങി ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അല്ലേ? അതെ അതെ അതെ. പിന്നീട് ഈ തിരുനെല്ലി ഓട്ടം കഴിഞ്ഞ് എപ്പോഴാണ് ഈ ആംബുലൻസ് എത്തിയത്? നിവാസികളുടെ ഫോൺ ആംബുലൻസ് എത്തിയതെന്ന് വെച്ചാൽ 3:30 ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. മാനന്തവാടിയിൽ എത്തുമ്പോൾ വീട്ടിലേക്ക് വന്നോ? ആ സമയത്ത് താമസം ഉണ്ടായിരുന്നു നമുക്ക്. ഞാനപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു. ഞാനൊരു 12:30 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഉന്നതിയിലുണ്ടായിരുന്നു. ഈ 12:30 വരെയും അവിടെ എത്തിയതിനു ശേഷം ഇവർക്ക് തിടുക്കം കാണിച്ചില്ല. 12:30 വരെ ഞാൻ അവിടെ 12:30 വരെയും തിടുക്കം കാണിച്ചില്ല. അപ്പൊ അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ മഹേഷ്? പാർട്ടിക്കാര് പാർട്ടി വൈസിൽ ഇവരെ ഞാൻ ഇടപെട്ടതാണെങ്കിൽ കുറച്ച് നമ്മൾ വിളിക്കേണ്ട ആൾക്കാരൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളൂ. കോളനിയിൽ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഫുൾ ടൈം അന്വേഷിച്ചുകൊണ്ടിരുന്നു അവരെ. ഈ സ്ഥലം എവിടെയാ? ഈ ഉന്നതി എത്ര ദൂരമുണ്ട് റോഡിൽ നിന്ന്, അഥവാ ടൗണിൽ നിന്ന് എത്ര ദൂരമുണ്ട് മാനന്തവാടിയിൽ നിന്നൊക്കെ? മാനന്തവാടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ മാനന്തവാടി പക്ഷേ ഈ സ്വകാര്യ ആംബുലൻസുകൾ ഉണ്ടായിരുന്നു അല്ലേ ആ സമയത്ത്? ഉണ്ടായിരുന്നു. അത് ഈ മെമ്പർ വിളിച്ചിരുന്നെങ്കിൽ ആ സ്വകാര്യ ആംബുലൻസ് വന്നേനെ. അങ്ങനെ വന്നിരുന്നെങ്കിൽ പണം മഹേഷ് ഇടപെട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ അല്ലേ? അത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അന്നേരം കൊടുക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കും.
കാരണം അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് വണ്ടി വിളിക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല, എനിക്ക് പറ്റില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോയിക്കോ എന്നാണ് പറഞ്ഞു. അല്ല, മഹേഷ് അങ്ങനെ പറഞ്ഞിരുന്നോ? ആംബുലൻസ്, സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിരുന്നു? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേറെ വണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ, എന്നിട്ട് ഞാൻ അതിൻ്റെ റൂൾസൊക്കെ ഞാൻ ചെയ്തോളാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ട്. അപ്പോൾ ഈ കുടുംബവുമായിട്ട് സംസാരിച്ചിരുന്നോ മഹേഷ്? ഈ ചൂണ്ടയുടെ മക്കളുമായിട്ടോ മറ്റോ ആരെങ്കിലുമായിട്ടും? സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെന്താ പറയുന്നത്? സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്, തിരക്കാണെങ്കിൽ പോയിട്ട് നീ വിളിച്ചാൽ മതി, അത്യാവശ്യം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു തരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബാംഗങ്ങളുടെ താല്പര്യം ആയിരുന്നില്ലേ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടായിരുന്നത്? ഈ വാർഡ് മെമ്പർമാരും അവിടെ ഉണ്ടായിരുന്നവരുമാണോ? രാഷ്ട്രീയം കളിച്ചതാണോ മഹേഷ് ഇതിനിടയ്ക്ക്? കുടുംബാംഗങ്ങൾ അങ്ങനെ തീർക്കാൻ കൂട്ടിയില്ലായിരുന്നു. കാരണം ഒരു വണ്ടി വിളിക്കുന്നൊരു ബുദ്ധിമുട്ട് അവർക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുണ്ടമല തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി പെട്ടെന്ന് എമർജൻസി ആംബുലൻസ് വിളിച്ചിട്ടാണ് അവർ തരിയോടുന്ന് വന്നിട്ടാണ് കൂട്ടിയിട്ട് പോയത്. ആ സമയത്തൊന്നും പരാതിയില്ലായിരുന്നു? വീട്ടുകാർക്ക് അറിയാം. പരാതിയുണ്ടോ മഹേഷിനെതിരെ? ആ സമയത്തൊന്നും ഒരു പരാതിയില്ല. അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവര് സംസാരം വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. എന്തെങ്കിലും എത്ര മണിക്കാണ് ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയത്? ആ സമയത്ത് ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയത് എത്ര സമയത്താ? ഏത് സമയത്താ? 3:30 ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആംബുലൻസ് എപ്പോഴാണ് വന്നത്? 3:30 മണിയോടെ ആണ് ആംബുലൻസ് മാനന്തവാടി എത്തുമ്പോൾ 3:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 15-20 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വൈകിയിരുന്നെങ്കിൽ ആംബുലൻസ് എത്തിയേനെ അല്ലേ? ഒന്ന് കാത്തിരുന്നാൽ മതിയായിരുന്നു. എത്തിയാനെ കാത്തിരുന്നാൽ മതിയായിരുന്നു. ആ അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് മെമ്പറും മറ്റു പാർട്ടി പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ട്രൈബൽ ഓഫീസിന് മുന്നിൽ വന്നിട്ട് ഇവർ ഈ മെമ്പർക്കും ബാക്കിയുള്ള മഹേഷിനെ പോലുള്ള ഈ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊമോട്ടർമാർക്കെതിരെ എന്തെങ്കിലും അവർക്ക് രാഷ്ട്രീയ വൈരാഗ്യമോ മറ്റെന്തെങ്കിലും വൈരാഗ്യങ്ങളോ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ നിൽക്കല്ലേ, അതിൻ്റെ ഒരു ഇത് കാണിച്ചതായിരിക്കും. ഈ മഹേഷ് ഒരു പ്രശ്നം മഹേഷിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഇപ്പൊ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണോ ചെയ്തിരിക്കുന്നത്? അതെ, പിരിച്ചുവിടുകയായിരുന്നു ചെയ്യുന്നത്. എന്തു പറഞ്ഞാണ് പിരിച്ചുവിട്ടത്? നിങ്ങൾ അതിനകത്ത് വീഴ്ച വരുത്തി എന്നാണോ പറഞ്ഞത്? ഇല്ല, നമ്മളെ ഭാഗം കേൾക്കാനുള്ള തയ്യാറില്ലായിരുന്നു അവര്. മഹേഷിനെ കേട്ടതേ ഇല്ല. പ്രസിഡന്റും കുറച്ച് ഇല്ല, കേട്ടതേ ഇല്ല. ഇതാരാ തീരുമാനിക്കുന്നത്? മഹേഷിനെ പിരിച്ചുവിടണമെന്ന് തീരുമാനിക്കുന്ന ആരാ? പഞ്ചായത്താണോ? പഞ്ചായത്തല്ല, TDO തീരുമാനമാണ്. നിലവിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഹേഷ്? ഒരു വർഷമായിട്ടുണ്ടായിരുന്നൊരു ജോലിയാണ്, 13,000 രൂപ കിട്ടിയിരുന്നു. വലിയ വീഴ്ച ആ ഭാഗത്ത് മഹേഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഈ ഇതിനിടയ്ക്ക് രാഷ്ട്രീയ കളിയിൽ നഷ്ടപ്പെട്ടതാണെന്നൊരു വിഷമമുണ്ടോ ഇപ്പോൾ മഹേഷിന്? വിഷമില്ലാതില്ല. കാരണം നമ്മൾ പൊതുപ്രവർത്തനം ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത് എങ്ങനെയൊക്കെ വേണമെന്നുള്ളൊരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരു തീർന്നില്ല, അതൊക്കെ മനസ്സിലൊതുക്കി ഇപ്പോൾ കഴിയേണ്ടി വരും എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓക്കെ മഹേഷ്, എന്തായാലും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. മഹേഷിന്റെ ഭാഗം കേൾക്കാനേ തയ്യാറായില്ലല്ലേ? മഹേഷിനെ വിളിച്ച് കേട്ടതേ ഇല്ല. ഇല്ല, വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം എനിക്ക് ഫോണിൻ്റെ റേഞ്ച് കട്ടായത് കൊണ്ട് എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ മഹേഷ്, എന്തായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്തായാലും കണ്ടെത്തണം. മാത്രമല്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു. മഹേഷിനെ സസ്പെൻഡ് ചെയ്താൽ പോലും കുഴപ്പമില്ല, പക്ഷേ ഡിസ്മിസ് ചെയ്യുക ചെയ്തത് അല്ലേ? അതെ. ഓക്കെ, താൽക്കാലികമായി 2-3 ദിവസത്തേക്ക് ഡിസ്മിസ് ചെയ്തിട്ട് അതിൻ്റെ അന്വേഷണം അറിഞ്ഞിട്ട് അവർക്ക് തീരുമാനം എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു മഹേഷ് ശരിക്കും ബലിയാടായി എന്ന് തന്നെ പറയാം.
ശരിയാവും മഹേഷ്. നമുക്ക് എന്തായാലും ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതോടുകൂടി ഇപ്പോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മഹേഷിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ആ രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മഹേഷ് ഈ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ടും ആംബുലൻസ് വിളിക്കാതിരുന്നു വാർഡ് മെമ്പർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മഹേഷിനെതിരായിട്ടുള്ള നീക്കമാണ്. മഹേഷ് ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. നിങ്ങൾക്കുള്ള ജോലി നഷ്ടപ്പെടുന്നതിന് മുൻപ് നിങ്ങളെ കേൾക്കുക എന്നുള്ള മിനിമം ബാധ്യതയുണ്ട്. അത് ചെയ്യേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും അധികാരികൾക്കുമുണ്ട്. മഹേഷിനെ പോലുള്ള ചെറുപ്പക്കാരെ ആ സമൂഹത്തിൽ നിന്നുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണം നടത്തുക. ഇത് നേരെ പിരിച്ചുവിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം കടുത്തനീതിയാണ്. അതിന് കൂട്ടുനിന്നിരിക്കുന്നത് ആ പഞ്ചായത്തിലെ മെമ്പർ അടക്കമുള്ള ആളുകളാണ് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ മഹേഷ് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രൈബൽ വിഭാഗത്തിൻ്റെ ഉന്നമതിക്കായിട്ട് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ പാരയായിട്ട് തീരരുത്. മഹേഷിനെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ 10ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുന്നവരെയാണ് ഈ ട്രൈബൽ പ്രൊമോട്ടർമാരായിട്ട് നിയമിക്കുക. അവർ ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചെടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ അത്ര കേപ്പബിളൊന്നും ആവില്ല. അവരാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെയാണ് ഒരു വർഷം കഴിഞ്ഞ ഒരു ട്രൈബൽ പ്രൊമോട്ടറെ അവരുടെ ഭാഗം കേൾക്കാതെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു വിഷയമാണ്. താങ്ക് യു മഹേഷ്. നമുക്ക് നോക്കാം എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന്. പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലായി.